കൃഷ്ണേട്ടൻ എപ്പോ വന്നു? ആ ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ മോളെ. അത് നോണ. ഇടയ്ക്ക് കുറെ നേരം കൃഷ്ണേട്ടൻ ഇവിടെ എങ്ങും കണ്ടതേ ഇല്ലല്ലോ. ഓ അതോ, അതെ, ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോയിരുന്നു. അഭിയേട്ടൻ വന്നതിന് ശേഷമാ കൃഷ്ണേട്ടൻ ഇവിടുന്ന് പോയത്. അഭിയേട്ടൻ പോയി കഴിഞ്ഞപ്പോ കൃത്യമായിട്ട് കൃഷ്ണേട്ടൻ തിരികെ വരികയും ചെയ്തു. സത്യം പറ കൃഷ്ണേട്ട, അഭിയേട്ടന് നിങ്ങളും തമ്മില് എന്താ പ്രശ്നം? ഏയ്, എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ തമ്മിൽ വലിയ പരിചയം പോലും ഇല്ല. പിന്നെങ്ങനെയാ പ്രശ്നം? എത്ര ചോദിച്ചിട്ടും കൃഷ്ണേട്ടന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ഞങ്ങളോട് എന്താ പറയാൻ മടിക്കുന്നത്? മടിയോ? എന്ത് മടി? അതെ, എന്താ രണ്ടാളും കൂടെ ഇവിടെ? ആ കൃഷ്ണേട്ടൻ ഇതുവരെ പോയില്ലേ? പോകാൻ തുടങ്ങുമായിരുന്നു മോളെ. അപ്പോഴാ ഇവർക്ക് രണ്ടുപേർക്കും എന്നെ കുറിച്ച് ചില സംശയങ്ങൾ. എന്ത് സംശയം? അത് എന്റെ വീടും കുടുംബം എവിടെയാണെന്ന് ഇവർക്കറിയണം. ഇതൊന്നും ഇല്ലാത്തവനാണെന്ന് പറഞ്ഞിട്ടും ഇവർക്കൊട്ട് വിശ്വാസമാകുന്നില്ല. നിങ്ങളുടെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സ്വന്തം വീട്ടിലും തുടങ്ങിയോ? അവനവനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം വെളിപ്പെടുത്തണം എന്നുള്ളത് ഓരോരുത്തരുടെ സ്വന്തം തീരുമാനമാണ്. ആ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ കൈയടത്താൻ പാടില്ല. നമുക്ക് വലിയ സഹായ കൃഷ്ണേട്ടൻ ചെയ്യുന്നത്. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് നമ്മളെ സഹായിക്കുന്നവരെ വെറുതെ ബുദ്ധിമുട്ടിക്കരുത്. ചെല്ല്, കിടന്നുറങ്ങ്, പോ. കൃഷ്ണേട്ട ക്ഷമിക്കണം. അവര് ചോദിച്ചതൊന്നും കാര്യാക്കണ്ട. ഇനി ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞോളാം അവരോട്. അയ്യോ, എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല മോളെ. എന്റെ സ്വന്തം മക്കള് ചോദിക്കുന്ന പോലെ ഞാനത് കണ്ടിട്ടുള്ളൂ. അവരോട് ഒരു പരിഭവം ഇല്ല എനിക്ക്. ആ ദാ 1 മാസത്തെ ശമ്പളം. അല്ല, ഞാനിവിടെ വന്നിട്ട് 1 മാസം തികഞ്ഞു അല്ലേ? എല്ലാം ഇന്നലത്തെ പോലെ തോന്നുന്നു. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്. എന്താ മോളെ? ഇനി മുതൽ വേറെ എവിടെയും പോണ്ട കൃഷ്ണേട്ടൻ. ഈ ഹോട്ടലിനുള്ളിൽ തന്നെ കിടന്നോളൂ. വലിയ ഉപകാരം മോളെ. എന്തായാലും ഈ ഹോട്ടലിനകത്ത് ഞാൻ കിടക്കുന്നില്ല. ഉമ്മറത്ത് കിടക്കുന്നതായിരിക്കും ഇഷ്ടം. ഓ, അങ്ങനെയെങ്കിൽ അങ്ങനെ. രാത്രി ഉറക്കം കുറവായതുകൊണ്ടേ ഒരു കാവൽക്കാരനെ കൂടെ കിട്ടിയെന്ന് മോള് കൂട്ടിക്കോ. ഇത്തിരി പണിയുടെ ബാക്കിയുണ്ട്, അത് കഴിഞ്ഞിട്ട് ഉറങ്ങാം. ശരി. അശ്വതിയുടെ വാട്സപ്പ് മെസ്സേജ് ആണല്ലോ. എന്താണാവോ ഈ രാത്രിയില്? കൃഷ്ണേട്ടൻ അമൃതേച്ചി, ഇതാ ഞങ്ങളുടെ അച്ഛന്റെ ഫോട്ടോ. ചേച്ചി പറഞ്ഞതുകൊണ്ട് മാത്രം അയച്ചതാണേ. ഞാനിത് ചേച്ചിക്ക് അയച്ചു തന്നോന്ന് അഭിയേട്ടൻ ഒരിക്കലും അറിയരുത്. എന്നെ കൊന്നു കളയും. ഈ കൃഷ്ണേട്ടൻ അല്ല അച്ഛൻ എന്തിനെങ്ങനെ ആൾമാറാട്ടം നടത്തി ഞങ്ങളെ സംരക്ഷിക്കുന്നേ? അതറിയണം, അറിഞ്ഞേ പറ്റൂ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.